ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. റവ ഉപയോഗിച്ചാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ. കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, വലിയ മെനക്കേടുമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറിലാണ് കേട്ടോ, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ചെറുതായിട്ട് തരി ഉണ്ടാവും, അത് വലിയ കുഴപ്പമില്ല. എന്നാലും കഴിയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇനി കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്കും കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി 2 കോഴിമുട്ടയും ഒരു 1/4 കപ്പ് പാലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റവയും പഞ്ചസാരയും കൂടെയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് വനില എസൻസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നട്ട്സ് റോസ്റ്റ് ചെയ്തപ്പോൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന നെയ്യിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ആയാലും മതിയാവും. നെയ്യ് നിർബന്ധമൊന്നുമില്ല, നെയ്യും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പാല് ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നതെങ്കിൽ ഈ ഒരു ലൂസിൽ കറക്റ്റാക്കി എടുത്താലും മതിയാവും. പാല് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കരുത്, ഒരു മുട്ടയെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അപ്പം ഇതുപോലൊരു ചെറിയ സ്റ്റീൽ ബൗളിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബൗളിൽ ആദ്യം കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാവ് ഇതിലേക്ക് ഓരോ ബൗളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ 1/4 ഭാഗമൊക്കെയായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 3 ബൗളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി ഏത് സ്റ്റീമറും ഉപയോഗിക്കാം. ഇഡ്ഡലി ചെമ്പിലായാലും മതിയാവും. ഇനി സാധാരണ അലൂമിനിയത്തിൻ്റെ തട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴ്ഭാഗത്ത് വെച്ചിട്ടുള്ള വെള്ളം തിളച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നാലേ കറക്റ്റായിട്ട് പൊങ്ങി കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ വെള്ളം വെച്ച ഉടനെ തന്നെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കരുത്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഈ ഒരു ബൗളിൽ അതിലേക്ക് ഇറക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ മാവ് അടിക്കുന്ന സമയത്ത് വെള്ളവും തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെടുക്കുന്ന സ്റ്റീമറിനും എടുക്കുന്ന പാത്രത്തിനൊക്കെ അനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുകയാണെങ്കിൽ മാവ് അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. പിന്നെ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് കിട്ടും, നെയ്യൊക്കെ ഗ്രീസ് ചെയ്തത് കാരണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.